ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കരം, ഹാൻഡ് ഓഫ് ഗോഡ്, നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ തിര എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ട് വീണ്ടും വരികയാണ് ഈ വരുന്ന സെപ്റ്റംബർ 25 ഇതിലെ റൈറ്റർ നമ്മുടെ നോബൽ ബാബു തോമസ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കലാഭവൻ ഷാജോൻ ചേട്ടനുണ്ട്, പിന്നെ ജോണി ആൻ്റണി ചേട്ടനുണ്ട്, പിന്നെ ബാബുരാജ് ചേട്ടനുണ്ട്, പിന്നെ മനോജ് കെ ചേട്ടനുണ്ട്. അങ്ങനെ വൺ താരനിരയുണ്ട് ഇതിൻ്റെ അത്. പിന്നെ ഈ സിനിമയുടെ കൂടുതലും ലൊക്കേഷൻസ് എല്ലാം പോയേക്കുന്നത് പുറം രാജ്യങ്ങളിലാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ രാജൻ പി എബ്രഹാമാണ്. നമ്മുടെ തിരയുടെയും ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെയും ബബ്ബബ്ബ, ഈ അടുത്ത് തന്നെ ബബ്ബബയുടെയൊക്കെ സെയിം എഡിറ്റർ തന്നെയാണ്. അതായത് വിനീത് ശ്രീനിവാസൻ്റെ കഴിഞ്ഞ ഒട്ടുമിക്ക പടത്തിൻ്റെ എഡിറ്ററും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫറായിട്ട് തന്നെ ജോമോൻ ടി ജോണാണ്. നമ്മുടെ അയ്യപ്പനും കോശിയുടെയും ഈ പറഞ്ഞ കിംഡത്തിൻ്റെയൊക്കെ സെയിം സിനിമാറ്റോഗ്രാഫർ തന്നെയാണ് ഇതും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് തന്നെയാണ് ഈ സിനിമയിൽ ഇത് ചെയ്തേക്കുന്നത്. അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആ ട്രെയിലർ കാണുമ്പോൾ. അത്യാവശ്യം നല്ല ആക്ഷനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് സിനിമ വരുന്നതെന്ന് തോന്നുന്നു. കാര്യം അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഗംഭീര ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ. സോ നമുക്കത് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ട്. നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമ എന്താ പറയുക, പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഓപ്പറേഷൻ, ഒരു മിലിറ്റൻ്റ് ഓപ്പറേഷനാണ് തോന്നുന്നത് കണ്ടിട്ട്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണോ ഇത് പുറത്തേക്ക് പോകണമെന്നൊരു ഫീലുണ്ട്. കാര്യം അതിൻ്റെ ആ ഒരു കഥ ആ ട്രെയിലറിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ആയിരിക്കാം, ആയിരിക്കില്ല. എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഈ പറയുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ ഈ പറയാനുള്ള പോലെ തന്നെ സിനിമ വരുന്ന സെപ്റ്റംബർ 25 ആഫ്റ്റർ ഓണമാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബബ്ബയ്ക്ക് മുമ്പ് ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാം. കാര്യം വിനീത് ശ്രീനിവാസൻ സൈലൻ്റായിട്ട് കൊണ്ടുവന്ന് ഹിറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. കാര്യം ഞാനിന്ന് രാത്രി 7 മണിക്കാണ് ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇത് ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി. കാര്യം കൊള്ളാം, പുള്ളി നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കൊണ്ടുവന്നേക്കണം, നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ്. സോ ഞാനും എല്ലാവരെ പോലെ പ്രതീക്ഷിക്കുന്നു ഇതൊരു നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് തിയേറ്ററിൽ. കാര്യം അത്യാവശ്യം കാണാൻ കൊള്ളാമെന്ന് തോന്നുന്നു. കാര്യം ഇതിൻ്റെ എല്ലാം സൈഡ്സും കണ്ടിട്ട്. അപ്പം എല്ലാവരെ പോലെ ഞാനും കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിനിമ നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് ഞാനും പ്രത്യാശിക്കുന്നു. താങ്ക് യു.